ഇന്നലെ സൂപ്പർ കപ്പിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഈസ്റ്റ് ബംഗാളിനെതിരെ നടന്ന ആദ്യ മത്സരത്തിൽ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് വിജയിച്ചപ്പോൾ ആ വിജയത്തിന് മുഖ്യ കാർമ്മികത്വം വഹിച്ച് പ്ലെയർ ഓഫ് ദ മാച്ച് പുരസ്കാരം നേടിയത് മൊറോക്കൻ താരം നവാസ് ഹുദയാണ്. ആദ്യ പകുതിയിൽ നോ വിൻ ചെയ്ത പെനാൽറ്റിയിലൂടെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ലീഡ് എടുത്തത്. രണ്ടാമത്തെ പകുതിയിൽ ഒരു അത്യുജ്വലമായിട്ടുള്ള അവിശ്വസനീയ സ്ട്രൈക്കിൽ കൂടി ബ്ലാസ്റ്റേഴ്സിന്റെ ലീഡ് ഉയർത്താനും വിജയം ഒരു കുഷ്യൻ ലീഡിലേക്ക് കൊണ്ടുവരാനും നവാസ് ഹുദയ്ക്ക് കഴിഞ്ഞു. അതിനുശേഷം ഒരു ഷുവർ ചാൻസ് നോ കളഞ്ഞു എങ്കിൽ പോലും നേരത്തെ ഗോളിന്റെ ആ ഒരു പകിട്ട് ഉയർന്നു തന്നെ നിൽക്കും. മത്സരത്തിന് ശേഷം ഗോളിന് ശേഷം നവാസ് ഹുദയ് നടത്തിയ സെലിബ്രേഷന് ഒരുപാട് അർത്ഥങ്ങളുണ്ട് എന്ന് മത്സരത്തിന് ശേഷം നോ തന്നെ പറഞ്ഞു. പുള്ളിയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: എനിക്ക് ചുറ്റും ഒരുപാട് നെഗറ്റിവിറ്റികൾ പ്രചരിച്ച് നടന്നിരുന്നു, അല്ലെങ്കിൽ എനിക്ക് ചുറ്റും ഒരുപാട് നെഗറ്റിവിറ്റികൾ ഉണ്ടായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താരമാണെന്നും ടീമിന്റെ വിജയത്തിന് വേണ്ടി എന്തും ചെയ്യാൻ ഞാൻ തയ്യാറാണെന്നും പ്രൂവ് ചെയ്യേണ്ടത് അനിവാര്യമായിരുന്നു. അത് ഞാൻ ചെയ്തു. അത് തന്നെയായിരുന്നു എന്റെ സെലിബ്രേഷന്റെ അർത്ഥം. അതായത് അയാളെക്കുറിച്ച് പ്രചരിക്കുന്ന നെഗറ്റീവുകളെല്ലാം നിശബ്ദമാക്കിക്കൊണ്ട് ബ്ലാസ്റ്റേഴ്സ് എന്ന ടീമിന്റെ വിജയത്തിന് വേണ്ടി താൻ എന്തും ചെയ്യും എന്നുള്ള പ്രഖ്യാപനം തന്നെയായിരുന്നു തന്റെ സെലിബ്രേഷൻ എന്നാണ് നവാസ് ഹുദയ് പറഞ്ഞത്. അതിനോടൊപ്പം മറ്റൊരു കാര്യം കൂടി നോ പറഞ്ഞു. ഇന്നത്തെ മത്സരത്തിൽ എന്നെ സംബന്ധിച്ചിടത്തോളം കേരള ബ്ലാസ്റ്റേഴ്സിൽ ഒരു ഗ്രേറ്റ് ഡേ തന്നെയാണ് കഴിഞ്ഞു പോയത്. എല്ലാവരും ഒരുമിച്ച് തരുന്നത്, എല്ലാവരും ഇത്രയധികം ഒരേ മെന്റാലിറ്റിയോടെ ആക്രമിക്കുകയും പ്രതിരോധിക്കുകയും മത്സരത്തിൽ സക്സീഡ് ചെയ്യുകയും ചെയ്തത് ആദ്യമായിട്ടാണ് എന്ന് നോ പറയുന്നുണ്ട്. ആദ്യമായിട്ടാണ് ഇത്തരം ഒരു ഓൾ ഔട്ട് എഫേർട്ട് ബ്ലാസ്റ്റേഴ്സ് എന്ന ടീമിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്ന് പറയുമ്പോൾ പുതിയ പരിശീലകനായിട്ടുള്ള കറ്റാല ടീമിൽ ഒരു പ്രത്യേക അറ്റ്മോസ്ഫിയർ സൃഷ്ടിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ. നോ ഇവിടെ ഹാപ്പിയാണ് ഈ വാക്കുകൾ വിലയിരുത്തുമ്പോൾ.